بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني സർവാധീനനായ ആദൂർ സാദാത്ത് തറവാട്ടിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന സയ്യിദും നമുക്കെല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ടവരുമായ സയ്യിദ് ബി കെ പൂക്കുഞ്ഞിട്ടങ്ങൾ അൽഹദൽ അല്ലാഹു അവിടുത്തെ ദീർഘായുസ്സും ആഫിയത്ത് നൽകുമാറാകട്ടെ. മറ്റു ഉസ്താദുമാർ, സുന്നത്തുൽ ഹുദാ ജമാഅത്ത് സാരഥികൾ, കേരള മുസ്ലിം ജമാഅത്തിന്റെയും SYS-ന്റെയും SSF-ന്റെയും സാരഥികൾ, ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ, വിദ്യാർത്ഥിനികൾ, അർഹമർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി അവന്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. നാം ഇവിടെ 3 ദിവസം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ദോഷങ്ങളെല്ലാം നാം ഈ ഒരുമിച്ച് കൂടിയ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഇസ്സത്തുള്ള ജീവിതം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ തുടക്കം കുറിച്ചത് മഹാനരായ അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെയാണ്. മദ്രസ പാഠകിതാബുകളിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് നാം എല്ലാവരും പ്രാഥമിക പഠനത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അല്ലാഹു തആല മലക്കുകളോട് ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് സംബന്ധിച്ച് അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ തുടക്കം സംബന്ധിച്ച് മലക്കുകളോട് അല്ലാഹു പറഞ്ഞത് പരിശുദ്ധമായ ഖുർആനിൽ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിൽ കാണാൻ സാധിക്കും. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً ഖാലിഖായ റാസിഖായ റബ്ബ് അല്ലാഹുവിന്റെ വാനലോകത്തുള്ള ലക്ഷക്കണക്കായ മലക്കുകളോട് ഈ ഭൂമി ലോകത്ത് മനുഷ്യരെ സൃഷ്ടിക്കുന്നുണ്ട് എന്ന വിവരം പറഞ്ഞ സന്ദർഭം മലക്കുകളോട് അല്ലാഹു പറഞ്ഞു, ഭൂമി ലോകത്ത് ഞാൻ മനുഷ്യ വംശത്തെ പാർപ്പിക്കാൻ പോവുകയാണ്. ഈ വിവരം മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞപ്പോ മലക്കുകൾ അല്ലാഹുവിനോട് ചോദിച്ചു, ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. قال إني أعلم ما لا تعلمون.
മലക്കുകൾ അല്ലാഹുവിനോട് ചോദിച്ചു, അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ, ഭൂമി ലോകത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണോ പുതിയൊരു വിഭാഗത്തെ നീ പടക്കുന്നത്? ആ ഭൂമി ലോകത്ത് പരസ്പരം കലഹിച്ച് സംഘട്ടനത്തിൽ ഏർപ്പെട്ട് പരസ്പരം രക്തം ചിന്തി മരിക്കാനാണോ നീ മനുഷ്യകുലത്തെ സൃഷ്ടിക്കുന്നത് എന്ന് ഖാലിഖായ റബ്ബിനോട് മലക്കുകൾ ഒരവസരം ചോദിച്ചു പോയി. അപ്പോൾ അല്ലാഹു മലക്കുകൾ എന്നിട്ട് പറഞ്ഞു, വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, നിനക്ക് നിന്നെ ഓർക്കാനും നിന്നെ പുകഴ്ത്താനും നിന്നെ തസ്ബീഹ് ചൊല്ലാനും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്താനും മതിവരുവോളം ഞങ്ങളുണ്ടല്ലോ റബ്ബേ. ആ മലക്കുകളെ പറ്റി നാം പഠിച്ചിട്ടുണ്ട് മദ്രസയിൽ നാം മലക്കുകളെ പറ്റി പഠിച്ചിട്ടുണ്ട്. മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവർക്ക് വികാരങ്ങളില്ല, ഊണില്ല, ഉറക്കമില്ല. അതൊരു മനുഷ്യന്റെ വികാരമാണ്. തിന്നുക, കുടിക്കുക, ഉറങ്ങുക, ഭോഗിക്കുക, ഇതൊന്നും ആ മലക്കുകൾക്ക് അല്ലാഹു കൊടുത്തിട്ടില്ല. ഫുൾ ടൈം അല്ലാഹുവിനെ ആരാധിക്കുന്ന വിഭാഗമാണ് മലക്കുകൾ. അവർക്ക് റെസ്റ്റ് ഇല്ല. ക്ഷീണുണ്ടെങ്കിലല്ലേ അവർക്ക് ഉറങ്ങേണ്ടതുള്ളൂ, വിശക്കുന്നെങ്കിലല്ലേ അവർക്ക് ഭക്ഷണം കഴിക്കേണ്ടതുള്ളൂ. അപ്പൊ ആ മലക്കുകൾക്ക് കഴിക്കാനുള്ള ആവശ്യം അവർക്ക് വരുന്നില്ല. കഴിച്ചാലല്ലേ അവർക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമുള്ളൂ, അതിനും അവർക്ക് ആവശ്യം വരുന്നില്ല. അവർക്ക് ഉറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ആ മലക്കുകൾ മുഴുവൻ സമയവും ഖാലിഖായ റാസിഖായ റബ്ബിനെ ആരാധിക്കുന്ന ഒരു വിഭാഗമാണ് മലക്കുകൾ. അതാണ് മലക്കുകൾ ചോദിച്ചത്, നിനക്ക് വേണ്ടുവോളം മതിവരുവോളം ഇബാദത്ത് ചെയ്യാൻ, നിന്നെ പുകഴ്ത്താൻ, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്താൻ മലക്കുകളായ ഞങ്ങളുണ്ടല്ലോ റബ്ബേ എന്ന് മലക്കുകൾ അല്ലാഹുവിനോട് പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവനാണ് ഞാൻ, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവനാണ് ഞാൻ. എന്നിട്ടോ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, മഹാനായ അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല സർവ്വ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹു ഇൽമ് മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് നൽകി. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, സർവ്വ വസ്തുക്കളെ പറ്റിയും അല്ലാഹു തആല വലിയൊരു വിവരം ആദം നബി അലൈഹിസ്സലാമിന് നൽകി. ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. ആ മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് അയച്ചിട്ട് കുറെ വസ്തുക്കൾ നിരത്തി വെച്ചു. എന്നിട്ട് ഇതിനൊക്കെ വിവരങ്ങൾ ആരാഞ്ഞു മലക്കുകളോട്. മലക്കുകൾക്ക് പറയാൻ കഴിയുന്നില്ല, മലക്കുകൾക്ക് അതൊന്നും പറയാൻ കഴിയുന്നില്ല. അതാണ് പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ആ മലക്കുകൾക്ക് അല്ലാഹു ബോധിപ്പിച്ചു കൊടുക്കുകയാണ്, ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. മലക്കുകൾക്ക് പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, പറയൂ ആദമേ ഇതിന്റെ പേരുകളൊക്കെ. ആദം നബി അലൈഹിസ്സലാം വളരെ കൃത്യമായി വ്യക്തമായി ഓരോ കാര്യങ്ങളും മലക്കുകൾക്ക് മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇനിയോ ആ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു മലക്കുകളോട് പറഞ്ഞു, ഉസ്ജുദൂ ലി ആദം, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ആദമിനെ നിങ്ങളൊന്ന് വണങ്ങണം, ആദമിനെ നിങ്ങളൊന്ന് ആദരിക്കണം. ഫസജദൽ മലായികത്തു കുല്ലുഹും, എല്ലാ മലക്കുകളും സുജൂദിൽ വീണുപോയി. فأبى واستكبر إلا إبليس فأبى واستكبر, ലഅനത്താകപ്പെട്ട ബഗിയൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ അങ്ങനെ പറയണം, അല്ലാഹുവിന്റെ ശാപം അവനുണ്ടാവട്ടെ. ആ ഇബ്ലീസ്, ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞു, ഫഅബാ വസ്തക്ബർ, ഇബ്ലീസ് അവിടുന്ന് സുജൂദ് ചെയ്തില്ല, മാറി നിന്നു. വസ്തക്ബർ, ഇബ്ലീസ് അവിടുന്ന് കിബ്ർ നടിച്ചു, അഹങ്കാരിയായി. ആ കിബ്ർ നടിച്ചുകൊണ്ട് അഹങ്കാരിയായി കൊണ്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ വഴങ്ങാൻ തയ്യാറായില്ല. ഇബ്ലീസ് അവിടുന്ന് അല്ലാഹുവിനോട് പറഞ്ഞു, യാ റബ്ബ്, നിനക്ക് എത്ര വേണമെങ്കിലും ഞാൻ സുജൂദ് ചെയ്യാം. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല,
നേരത്തെ പറഞ്ഞ അള്ളാഹുവിന്റെ വാനലോകത്തുള്ള മലക്കുകൾക്ക് വരെ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉന്നതമായ സ്ഥാനം വഹിച്ച ആളായിരുന്നു ഇബ്ലീസ്. പക്ഷേ വസ്തക്ബർ, അവൻ അഹങ്കാരിയായി പോയി. അഹങ്കാരം വന്നതിന്റെ പേരിൽ ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവിടുന്ന് അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബേ നിനക്ക് എത്ര വേണമെങ്കിലും സുജൂദ് ചെയ്യാം, മുടങ്ങാണ്ട് സുജൂദ് ചെയ്യാം, എത്ര കാലം വേണമെങ്കിലും സുജൂദ് ചെയ്യാം. പക്ഷേ തീയിനാൽ പടക്കപ്പെട്ട ഞാൻ മണ്ണ് കൊണ്ട് പടക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യാൻ തയ്യാറല്ല റബ്ബേ. ഇബ്ലീസിന് കിബ്ർ വന്നുപോയി, അഹങ്കാരം വന്നുപോയി. ഒരു മനുഷ്യനെ എപ്പോഴും ദുഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് അഹങ്കാരം എന്നുള്ളത്. ഞാൻ എന്നൊരു ചിന്ത സത്യത്തെ മൂടിവെക്കുകയും അസത്യത്തെ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ. എപ്പോഴും അവൻ അഹങ്കാരമായിരിക്കും, ഞാൻ തന്നെ വലിയ ആള് എന്നൊരു ചിന്തയായിരിക്കും. ആ ഒരു ചിന്തയാണ് ഇന്നും പലരെയും മഹാന്മാരായ ആലിമീങ്ങൾ അവരെ കൊഞ്ഞനം കുത്താൻ അവരെ അതിലേക്ക് പ്രേരിപ്പിക്കുന്നത്. നമുക്കിന്നൊക്കെ കാണാൻ പറ്റുന്ന സംഭവങ്ങളാണ്. വലിയ വലിയ കിബാറുൽ ഉലമാ, അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ ആദരിച്ച ബഹുമാനിച്ച പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ തെരുവിലിട്ട് ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് പല ഭാഗത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. വലിയ തലപ്പാവും താടിയുമുള്ള ആളുകൾ പോലും സ്വന്തം ഇൽമ് പഠിപ്പിച്ച എന്ന് മാത്രമല്ല, പലപ്പോഴും ജീവിതത്തിന്റെ അന്നം മുട്ടിയ സമയത്ത് ഭക്ഷണത്തിന് വകയുണ്ടാക്കി കൊടുത്ത സ്വന്തം ഗുരുവര്യരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തെരുവിൽ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ന് ഏർപ്പെട്ടത് അവരുടെ അഹങ്കാരമാണ്, അവരുടെ കിബറാണ്, അവരുടെ മനസ്സിലുള്ള ചിന്തയാണ്, ഇബ്ലീസിന്റെ പ്രേരണയാണ്. എപ്പോഴും ഇബ്ലീസ് മനുഷ്യനെ തെറ്റിലേക്ക് നയിപ്പിക്കുന്ന അള്ളാഹുവിനോട് ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ട് അവസാനം, റബ്ബേ ഞാൻ ഈ ലോകം അവസാനിക്കുന്നത് വരെ എന്റെ നീ റൂഹ് പിടിക്കാൻ പാടില്ല. ആ സമയം വരെ ഞാൻ ഈ ലോകത്തുള്ള എന്റെ സർവ്വ സൃഷ്ടികളെയും മനുഷ്യകുലത്തെ ഞാൻ നശിപ്പിച്ചുകൊണ്ടിരിക്കും, വിശ്വാസപരമായി അവരെ വ്യതിചലിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന് ഇബ്ലീസ് മുമ്പ് പറഞ്ഞിരുന്നു. ആ ഇബ്ലീസ് ഇന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന മജ്റദ്ദമി, മനുഷ്യന്റെ സിരകളിൽ രക്തമോടുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഇബ്ലീസ് പ്രവേശനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് മനുഷ്യൻ തെറ്റിലേക്ക് പോകുന്നത്, തിന്മയിലേക്ക് പോകുന്നത്. കിബർ എന്നുള്ളത് ഇബ്ലീസ് പഠിപ്പിച്ചതാണ്. ആ ഇബ്ലീസിന്റെ അനുയായികളാണ് അഹങ്കാരത്തിന്റെ ആളുകൾ. അവരുടെ മനസ്സിലേക്ക് അവർ ചെയ്യുന്നതൊക്കെ നല്ലതായി തോന്നിപ്പിക്കും ഇബ്ലീസ്. ആ നല്ലതായി തോന്നുന്ന കാര്യങ്ങൾ, അവരെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വന്നിങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സ്വന്തം പഠിപ്പിച്ച ഉസ്താദെന്നോ അള്ളാഹുവിന്റെ ദീന പഠിച്ച ആലിമ് എന്നോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം സിരകളിലോടുന്ന മഹാന്മാരായ സാദാത്തുക്കൾ എന്നോ പോലും അവർക്ക് അവിടെ നിന്ന് ഓർമ്മയുണ്ടാകുന്നില്ല. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഹദീസ് ഉണ്ട്. എന്താണ് ഹദീസ്? അണുമണി തൂക്കം എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ അത്ര ചെറിയ തോതിലെങ്കിലും ഒരാൾക്ക് കിബർ മനസ്സിൽ വന്നുപോയാൽ, അഹങ്കാരം വന്നുപോയാൽ അവൻ സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് ഏറ്റവും വലിയ ജിഹാദ് എന്നുള്ളത് അത് ശത്രുവിനെതിരെ പോരാടേണ്ട സമയത്ത് പോരാടുന്നതിനേക്കാളും വലിയ ഈ ജിഹാദ് എന്ന് പറഞ്ഞ അക്ബറുൽ ജിഹാദ് എന്ന് പറയുന്നത് സ്വശരീരത്തോടുള്ള യുദ്ധമാണ്, നമ്മോട് തന്നെയുള്ള യുദ്ധമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ വേണ്ടാധീനങ്ങൾ, മോശമായ ചിന്തകൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, അഹങ്കാരങ്ങൾ, മറ്റുള്ളവരോട് വരുന്ന ദേഷ്യങ്ങൾ, മറ്റുള്ളവരോട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന നിന്ദ്യതകൾ, അതിൽ നിന്ന് നമ്മുടെ ശരീരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നാം നന്മയുടെ പാത തിരഞ്ഞെടുക്കുന്നു. അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിബ്ർ എന്നുള്ളത് നമ്മെ എപ്പോഴും ദുഷിപ്പിക്കും. ചരിത്രത്തിൽ എത്രയോ സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഇൽമു പഠിപ്പിച്ച ഉസ്താദുമാരെ, ഗുരുവര്യരെ തങ്ങൾക്ക് ഇൽമു കുറച്ച് കിട്ടുമ്പോ വിചാരിച്ച്
ഞാൻ തന്നെയാണ് വലിയ ആള്, കുളത്തിലെ തവളയെ പോലെ. കുളത്തിലെ തവള വിചാരിക്കുന്ന ഈ കുളമാകുന്ന രാജ്യമേ ലോകത്തുള്ളൂ, ഇതാണ് വലിയ ലോകം, ഇതിനപ്പുറം വേറെ ലോകവുമില്ല, ഇവിടുത്തെ രാജാവാണ് ഞാൻ എന്ന് ആ തവള വിചാരിക്കുന്നത് പോലെ ചിലർ എനിക്ക് കുറച്ച് അറിവ് കിട്ടുമ്പോൾ ഞാൻ വലിയ ആളായി എന്ന് വിചാരിച്ച് ഇൽമു പഠിപ്പിച്ച ഉസ്താദുമാരെ, അതുപോലെ തന്നെ വഴി നടത്തിയ ആളുകളെ, മാതാപിതാക്കൾ ധിക്കരിച്ചുകൊണ്ട് അഹങ്കാരിയായി കൊണ്ടുപോകുമ്പോ നമ്മുടെ ദീനും ദുനിയാവും ആഖിറവും എല്ലാം ഫസാദിലായി പോകുന്നുണ്ട്. അതാണ് പറഞ്ഞത് ഫഅബാ വസ്തക്ബർ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മഹാനരായ ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ, ആദരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അവിടുന്ന് കിബ്ർ നടിച്ചു എന്നുള്ളത്. മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, അല്ലാഹു ആദരിച്ച മഹാന്മാരെ ആദരിക്കുക, അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുക, കഅബ തവാഫ് ചെയ്യുക എന്നുള്ളത്, ആ കഅബയെ അല്ലാഹു തആല ബഹുമാനിച്ചതാണ്, ആദരിച്ചതാണ്. ആ കഅബയുടെ മൂലക്കുള്ള ഹജറുൽ അസ്വദിനെ ചുംബിക്കുക എന്നുള്ളത്, ആ ഹജറുൽ അസ്വദിനെ അല്ലാഹു തആല ബഹുമാനിച്ചു, ആദരിച്ചു എന്നുള്ളത് കൊണ്ടാണ് മഹാനരായ ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അല്ലാഹു ആദരിച്ച വസ്തുക്കൾ, പള്ളികൾ, മദ്രസകൾ, അല്ലാഹു ആദരിച്ച മഹാന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ. നാം തന്നെ ഇപ്പോൾ ബദ്രീങ്ങളുടെ ബദ്രിയത്ത് മജ്ലിസിന്റെ വാർഷികം കൂടിയാണ് ഇവിടെ ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളെ അല്ലാഹു ആദരിച്ചിട്ടുണ്ട്. അതിന് തെളിവാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ആദരിച്ചു. ആ ആദരിച്ച ആളുകളെ ആദരിക്കാൻ വേണ്ടി അല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു, ഇബ്ലീസ് അതിൽ നിന്ന് വിലങ്ങി. ആ ഇബ്ലീസിനെ അല്ലാഹു തആല പുറത്താക്കി, എല്ലാ സ്ഥാനങ്ങളും അല്ലാഹു തആല ഒഴിവാക്കി കൊടുത്തു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു ആദരിച്ച മഹാന്മാർ, അല്ലാഹു ആദരിച്ച ഔലിയാക്കൾ, അല്ലാഹു ആദരിച്ച അമ്പിയാക്കൾ, അപ്പോ അല്ലാഹു ആദരിച്ച, അല്ലാഹു ബഹുമാനിച്ച ആദരണീയരായ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, ഇവരെയൊക്കെ ബഹുമാനിക്കൽ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. തഅലീമു മാ അല്ലമഹുല്ലാഹ്, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. നമ്മുടെ ഈമാൻ എപ്പോഴും അതിനിങ്ങനെ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. അതിങ്ങനെ കുറഞ്ഞോടും കൂടിക്കൊണ്ടും ഇരിക്കുന്ന ഒരു സംഭവമാണ് ഈമാൻ. അപ്പൊ ഈമാനിനെ പ്രഭ കൂട്ടാൻ കാരണം ഒരു വശം എന്നുള്ളത് ആ മഹാന്മാരെ സിയാറത്ത് ചെയ്യുക,
അവരാദരിക്കുക, അവരെ പേരിൽ നേർച്ച നടത്തുക. ഇപ്പോൾ തന്നെ മഹാനരായ CM വലിയുല്ലാഹി അവരുടെ ഉറൂസിന്റെ സമയമായിരുന്നു ശവ്വാൽ മാസം. കഴിഞ്ഞ ശവ്വാൽ മാസം ലോകത്തിന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ആദരിച്ച് ബഹുമാനിച്ച് മൗലൂദ് അനുസ്മരണ പരിപാടികൾ, ആണ്ട് പരിപാടികൾ നടന്നു. ഇപ്പോൾ ഉള്ളാളത്ത് മഹാനരായ സയ്യിദ് മുഹമ്മദ് ഷരീഫ് അൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവന്റെ പേരിൽ അവിടെ ഉറൂസ് നടക്കുകയാണ്. ഉറക്ക ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യം അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കേണ്ടത് ആ അള്ളാഹുവിന്റെ ഔലിയാക്കളെ അള്ളാഹു തആല അത്രയും ആദരിക്കാനും ബഹുമാനിക്കാനും കാരണം എന്താണ്? ആ മഹാന്മാരായ ഔലിയാക്കളും ആരിഫീങ്ങളും അവരുടെ ജീവിതം മുഴുവനും വളരെ പ്രതിസന്ധി ഘട്ടങ്ങൾ നിറഞ്ഞ സമയങ്ങളായിട്ട് പോലും അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിനെ ആദരിച്ച് ജീവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്ക് അത്രയും വലിയ സ്ഥാനം ലഭിച്ചത്. ബദരീങ്ങളെ പറ്റി തന്നെ പറയുമ്പോൾ ആ മഹാന്മാരായ ബദ്ർ ശുഹദാക്കൾ അല്ലെങ്കിൽ ബദരീങ്ങൾ അവർക്ക് അള്ളാഹു നൽകിയ ദുന്യവിയായ സമ്പത്തുകൾ, സ്വത്തുകൾ, പണങ്ങൾ എല്ലാം അവർ പരിശുദ്ധമായ ദീനിന് വേണ്ടി ചെലവഴിച്ചു, സംഭാവനകൾ നൽകി. അവരുടെ ശരീരത്തെ ആ മഹാന്മാരായ ബദരീങ്ങൾ അള്ളാഹുവിന്റെ വഴിയിൽ സമർപ്പിച്ചു. ലിദീനിൽ ഹുദാ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ആ മഹാന്മാരായ ബദരീങ്ങൾ സമർപ്പിച്ചു എന്നുള്ളതാണ്. ആ മഹാന്മാരായ ബദരീങ്ങൾ അങ്ങനെയാണ് എങ്കിൽ അവരെ പറ്റി പറയുന്നത് കാണാൻ സാധിക്കും. ആ മഹാന്മാരായ ബദരീങ്ങൾ അവർ പരിശുദ്ധമായ അള്ളാഹുവിന്റെ മിമ്പറിലെത്തിയാൽ, മസ്ജിദിലെത്തിയാൽ, നിസ്കാര സ്ഥലത്തെത്തിയാൽ അവർ ഖുശൂഅോടെ അള്ളാഹുവിന്റെ ഭയഭക്തിയോടെ അവർ നിസ്കാരം നിർവഹിക്കുന്നു, പ്രാർത്ഥന നിർവഹിക്കുന്നു. അവർ യുദ്ധക്കളത്തിലെത്തിയാൽ, സമരരംഗത്തിലെത്തിയാൽ അവർ ഹുമുൽ റിജാലു ബല ഹുമുൽ ജിബാലു ബല കദ്ദഹരി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൻ കുബറ. അവർ പരിശുദ്ധമായ ദീനിന് വേണ്ടി അടരാടുന്ന ധീരന്മാരായ യോദ്ധാക്കളായിരുന്നു ആ ബദരീങ്ങൾ. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അവൾ തവാളുഇൽ ഖുശൂഇൽ അള്ളാഹുവിന്റെ മുമ്പിൽ വീണ് പൊട്ടിക്കരയുന്നു, ചെറിയ പിഞ്ചുകിടാങ്ങളെ പോലെ കരയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പേരക്കിടാവുണ്ട്, അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്, മഹാനായ അലിയാർ തങ്ങളുടെ പേരക്കിടാവാണ് മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ മഹത്തായ ദീനിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാനായിരുന്നു. നിസ്കരിക്കാൻ നിന്നാൽ ശരീരമാകെ വിവർണമാകും. അവർ നല്ല വെള്ള കളറുള്ള ശരീരമായിരുന്നു അവരുടെ ശരീരമെങ്കിൽ ആ മുഖമൊക്കെ വിവർണമായി അള്ളാഹുവിനെ പേടിച്ച് ഇബാദത്ത് ചെയ്യുന്ന മഹാനായിരുന്നു അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. എന്ന് മാത്രമല്ല, അവർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വഫാത്തായപ്പോഴാണ് മറ്റൊരു മഹത്വം ആ നാട്ടുകാരെല്ലാവരും അറിഞ്ഞത്. എന്താണത്? ആ നാട്ടിൽ മദീനയിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ എല്ലാ വീടുകളിലേക്കും എല്ലാ ദിവസവും രാവിലെയാകുമ്പോ ഒരു കിറ്റ് എല്ലാ വീടിന്റെ മുമ്പിലുണ്ടാവും. എല്ലാ ദിവസവും ഒരു ഭക്ഷണപ്പൊതി ഉണ്ടാവും, ആ വീട്ടുകാർക്ക് കഴിക്കാനുള്ള ഭക്ഷണപ്പൊതി. അങ്ങനെ മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം ആ ഭക്ഷണപ്പൊതി കാണുന്നില്ല, തുടർന്നുള്ള ദിവസങ്ങളിലും കാണുന്നില്ല. എന്താണ് അന്വേഷിച്ച് നോക്കുമ്പോ ആ നാട്ടുകാർക്ക് ആർക്കും അറിയില്ല. എത്രയും മാസങ്ങളായി നമ്മുടെ സ്വന്തം വീടിന്റെ പടിക്കൽ വന്ന് ഈ ഭക്ഷണപ്പൊതികൾ കൊണ്ടുവെക്കുന്നത് മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് ആ നാട്ടുകാർക്ക് ആർക്കും അറിയില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വലിയ പാഠമുണ്ട്. നാം എല്ലാവരും സാന്ത്വന പ്രവർത്തനം ചെയ്യുന്നവരാണ്, സാമൂഹിക പ്രവർത്തനം ചെയ്യുന്നവരാണ്, സംഘടനാ പ്രവർത്തനം ചെയ്യുന്നവരാണ്. നാം ചെയ്യുന്ന അമലുകൾ, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ, സാംസ്കാരിക സാമൂഹിക സാന്ത്വന പ്രവർത്തനങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ വജ്ഹ് വിചാരിച്ചാവണം.
അള്ളാഹുവിന് വേണ്ടിയാകണം. നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഒരു ഫോട്ടോക്ക് വേണ്ടിയോ, ഒരു സെൽഫിക്ക് വേണ്ടിയോ, ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയോ, ഒരു സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയോ ആ ഒരു ചിന്തയിലായി പോയാൽ നമുക്ക് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. അള്ളാഹു നമ്മുടെ അമൽ സ്വീകരിക്കുകയില്ല. ഒരിക്കലും നാം അത്തരം ചിന്തയുള്ളവരാകാൻ പാടില്ല. നാം ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമായിരിക്കണം. അതാണ് മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ജീവിതകാലത്ത് അത്രയും ദിവസം ചെയ്ത സാന്ത്വന പ്രവർത്തനം മഹാനരായ സയ്യിദ് അവറുകൾ വഫാത്ത് വരെ ആരെയും അറിയിച്ചില്ല. ഒരു സെൽഫി എടുക്കാൻ പോയില്ല, ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പോയില്ല. അങ്ങനത്തെ സാഹചര്യവും സോഷ്യൽ മീഡിയയും അന്നില്ലെങ്കിൽ പോലും അന്ന് ചന്തകൾ ഉണ്ടായിരുന്നു, പള്ളികൾ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന പള്ളികൾ ഉണ്ടായിരുന്നു, പലയിടത്തും പബ്ലിസിറ്റി ചെയ്യാനുള്ള വേദികൾ ഉണ്ടായിരുന്നു. അവിടെയൊന്നും പബ്ലിസിറ്റി ചെയ്യാൻ മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു നിന്നില്ല. സമാനമായ സംഭവം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പകൽ മുഴുവനും അമൽ ചെയ്യും. എന്താണ് അമല്? മഹാനവറുകൾ ഖലീഫയായിരുന്നു. ആ ഖലീഫയാകുമ്പോൾ തന്നെ ആ നാട്ടിലെ ജനങ്ങളുടെ, പ്രജകളുടെ, അല്ലെങ്കിൽ അവിടെയുള്ള ഭരണീയരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കേണ്ടി വരും. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടി വരും. ഭരണം നിർവഹിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വമാണല്ലോ. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങൾ എല്ലാവരും ഉത്തരവാദികളാണ്. നിങ്ങൾ കേൾപ്പിച്ച ഉത്തരവാദിത്തത്തെ പറ്റി അല്ലാഹു നിങ്ങളോട് ചോദ്യം ചെയ്യും. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു രക്ഷിതാവ് മക്കളുടെ ഉത്തരവാദിയാണ്. ഒരു ഉസ്താദ് ആ മദ്രസയിലെ മക്കളുടെ അധ്യാപകനാണ്, ഉത്തരവാദിയാണ്. ഓരോ വിഷയത്തിലും ഓരോ കാര്യങ്ങളിലും പല രീതിയിലുമുള്ള ഉത്തരവാദികളാണ്. ആ ഉത്തരവാദിത്തത്തെ പറ്റി അല്ലാഹു ചോദ്യം ചെയ്യുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പകൽ വളരെ വൃത്തിയായി, വളരെ ഭംഗിയായി ലോകത്തിന് ശേഷം വരുന്ന ഖലീഫമാർക്ക്, ഭരണാധികാരികൾക്ക് എല്ലാവിധ ഒരു മാതൃകയായിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തി. രാത്രിയാകുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നൊരു ഒരു അനുയായിയെ കൂട്ടി, ഒരു ഖാദിമിനെ കൂട്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങും. വഴികളിലൂടെ ഇറങ്ങി കുറെ താണ്ടി, കുറെ കുന്നുകളും മലകളും താണ്ടി എൻ്റെ ഭരണീയരായ ആളുകൾ, മദീന ഖിലാഫത്തിന്റെ കീഴിലുള്ള ആളുകൾ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഒറ്റപ്പെട്ട ആദിവാസികളും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് ഭക്ഷണമുണ്ടോ, പാർപ്പിടമുണ്ടോ, സൗകര്യമുണ്ടോ, ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ട് രാത്രി ഇങ്ങനെ ചുറ്റും. അങ്ങനെ അവർക്ക് അവിടെ അതൊന്നും ഇല്ലെങ്കിൽ മഹാനായ അലി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് എത്തിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ സഞ്ചരിക്കുമ്പോ, രാത്രിയാണ്, ഇങ്ങനെ സഞ്ചരിക്കുമ്പോ കൂടെ ഭൃത്യനുണ്ട്, കൂടെ ഇങ്ങനെ ഒരാളുണ്ട്. അയാളെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അങ്ങ് കാട്ടിന്റെ അപ്പുറത്ത് ഒരു വെളിച്ചം കാണുന്നു. അങ്ങനെ ആ വെളിച്ചവും ലക്ഷ്യമാക്കി മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കാട്ടിലേക്ക് അങ്ങനെ പോകുകയാണ്. കൂടെ ഭൃത്യനുമുണ്ട്. ഇങ്ങനെ പോയി അന്വേഷിച്ച് ഇങ്ങനെ ആ വെളിച്ചം കാണുന്ന സ്ഥലത്തേക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്തുന്നു. എത്തിയിട്ട് ചോദിക്കുന്നു. നോക്കുമ്പോ ഒരു ഭാര്യയും ഒരു ഭർത്താവും, രണ്ടുപേരുണ്ട്. വളരെ പരിതാപകരമായ അവസ്ഥയാണ്. നോക്കുമ്പോ എന്താണ് സംഭവം? ആ ഭാര്യ പ്രസവിക്കാനായിട്ടുണ്ട്. ഈ ഭർത്താവിനാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയുന്നില്ല. പേറ്റുനോവ് അനുഭവിച്ചൊരു സ്ത്രീ ഇങ്ങനെ വളരെ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ പിടയുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട് വിഷമമായി. വീട്ടിലേക്ക് ഓടിയിട്ട് വാതിൽ മുട്ടി. പാതിരാത്രിയായിട്ടുണ്ട്. തന്റെ സഹധർമ്മിണിയോട്, ഭാര്യയോട് ചോദിച്ചു, സ്വർഗം വേണോ? അപ്പൊ ഭാര്യ പറഞ്ഞു, സ്വർഗം വേണം. പാതിരാത്രി ഭാര്യയോട് ഇത് സ്വർഗം വേണോ ചോദിച്ചാൽ അടി കിട്ടും, ഉറക്കിൻ്റെ ഇടയിൽ നിന്ന്.
മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ഒരു മഹാനാണ്, ഭാര്യ മഹദിയാണ്, വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്. അള്ളാഹു അവരെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ആ ഭാര്യ അവിടെ നിന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വർഗം വേണം, ഇങ്ങനെ എൻ്റെ കൂടെ വരൂ, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു, അരിയും മാവും എണ്ണയും എന്താണുള്ളതൊക്കെ എടുത്തു എന്ന് പറഞ്ഞു. അതൊക്കെ എടുത്തിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഭാര്യയും വൃത്യനും ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ കാട്ടിലൂടെ സഞ്ചരിച്ച് മലമ്പാതയോടെ സഞ്ചരിച്ച് ആ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ആ ചെറിയ കുടില് അവിടെ പോയി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭാര്യ ആ വീടിന്റെ അകത്തേക്ക് പോയി. ഉമർ റളിയല്ലാഹു അൻഹു പുറത്ത് നിന്ന് ഒരു അടുപ്പ് കൂട്ടിയിട്ട് ഒരു ചട്ടിയെല്ലാം വെച്ച് അതിൽ മാവെല്ലാം കുഴച്ച് ഇങ്ങനെ റൊട്ടി ഉണ്ടാക്കാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം കയ്യിൽ, ഖലീഫ, നാട് ഭരിക്കുന്ന ഖലീഫ, സ്വന്തം കരം കൊണ്ട് തന്റെ ഭരണീയരിൽപ്പെട്ട പാവപ്പെട്ട ഒരാൾ. ഒരു സോഷ്യൽ മീഡിയയിൽ വരാൻ ചാൻസ് ഇല്ല, ഒരു പബ്ലിസിറ്റി കിട്ടാനും ചാൻസ് ഇല്ല, ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ ഒന്ന് കിട്ടും, നേരത്തെ പറഞ്ഞ ലിവജ്ഹില്ല, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടും. നാളെ അവിടെ ഉന്നതമായ സ്ഥാനം കിട്ടും. നാളെ അള്ളാഹു അവിടെ നിന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി മറുപടി പറയാൻ കഴിയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ റൊട്ടി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അയാൾ ആവേശത്തോടെ അത് എണ്ണയിൽ മുക്കിയിട്ട് പിന്നെ ഇങ്ങനെ കഴിക്കുകയാണ്, ഇങ്ങനെ ഓരോന്നും കഴിക്കുകയാണ്. ആ മനുഷ്യന് വിശന്നിട്ട് സഹിക്കാൻ വയ്യ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭാര്യയുടെ ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ ഈ മനുഷ്യന്റെ ഭാര്യയുടെ പേരിന് വേണ്ടി ഇവിടെ പോയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോന്നും ഇങ്ങനെ ആസ്വദിച്ച് ഈ മനുഷ്യൻ കഴിക്കുമ്പോ ആ വീട്ടിന്റെ പടിക്കൽ വന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭാര്യ പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, അങ്ങയുടെ സുഹൃത്തിന്റെ സഹോദരന്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, ആൺകുഞ്ഞാണ്, സന്തോഷവാർത്ത അറിയിച്ചോളൂ. അപ്പോഴാണ് ഈ മനുഷ്യൻ അറിയുന്നത്, എനിക്കിതുവരെയും ഈ റൊട്ടി ഉണ്ടാക്കി തന്നത് ഇത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ, ലോകത്തിന്റെ ഭരണാധികാരികൾക്ക് മാതൃകയായ ഖലീഫ. ഇന്ത്യയുടെ മഹാത്മാഗാന്ധി പോലും പറഞ്ഞ് ഉമറിന്റെ ഭരണമാണ് ഞാൻ ഇന്ത്യയിൽ കൊതിക്കുന്നത്, ആ നീതിപൂർവമായ ഭരണമാണ് ഞാൻ ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നത് എന്ന് മഹാത്മാഗാന്ധി പോലും ആശിച്ചു പോയ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഇത്രയും സമയം നമുക്കിവിടെ ഭക്ഷണമുണ്ടാക്കി, എനിക്കിവിടെ റൊട്ടി റെഡിയാക്കി തന്നത്, റൊട്ടി പാകം ചെയ്തു തന്നത് എന്ന് എന്റെ ഭാര്യയ്ക്ക് ഇവിടെ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യയാണ് എന്ന് മനസ്സിലാക്കുന്നത് ആ സമയത്താണ്. ആ മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാൽക്കൽ വീഴുകയാണ്, കാൽക്കൽ വീണിട്ട് മാപ്പപേക്ഷിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ തട്ടി മാറ്റിക്കൊണ്ട് പറയുന്നു, മോനെ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഇതെന്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ നിർവഹിക്കേണ്ട എന്റെ ബാധ്യതയാണ്. എന്റെ ഭരണത്തിന്റെ കീഴിൽ ഭക്ഷണമില്ലാതെ പാനീയമില്ലാതെ ആരെങ്കിലും വിഷമിക്കുന്നുണ്ട് എങ്കിൽ, വിഷമിച്ചിട്ടുണ്ട് എങ്കിൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഉമർ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് നീ ക്ഷമിക്കുക, നീ എന്നോട് പൊറുക്കുക, എനിക്ക് മാപ്പ് തരിക. എല്ലാവരും ശുശ്രൂഷകളും കഴിഞ്ഞിട്ട് ഈ മനുഷ്യന് വേണ്ട ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് കുറച്ച് മാവും കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ ബാക്കിയാക്കിയിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഭക്ഷണം തീർന്നാൽ റേഷന് വേണ്ടി മദീനയിൽ വരണം, ഖജനാവിൽ സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, ഇൻഷാ അല്ലാഹ് ഉമർ തരും എന്നും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് യാത്ര പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ 100 കൂട്ടം ഉദാഹരണങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ തന്നെ കാണാൻ സാധിക്കും. പാവപ്പെട്ട ഒരു അവിശ്വാസിയായ ഒരു മനുഷ്യൻ, നാം അത് ഈ കാലത്ത് പ്രത്യേകം ഓർത്തു വെക്കേണ്ട ഒരു ചരിത്രമാണ്. വളരെ പാവപ്പെട്ട അവിശ്വാസിയായ ഒരു മനുഷ്യൻ, പ്രായം ചെന്നിട്ടുണ്ട്, വയസ്സായിട്ടുണ്ട്. അദ്ദേഹം ഒരു വട്ടം ഉമർ റളിയല്ലാഹു അൻഹു വഴിയിൽ കണ്ടുമുട്ടിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഉമറേ, നിങ്ങൾ ഇവിടുത്തെ ഭരണാധികാരിയാണല്ലോ, ഖലീഫയാണല്ലോ, നിങ്ങൾക്ക് കീഴിൽ ചുങ്കം തന്നുകൊണ്ട് ടാക്സ് കെട്ടിയിട്ടാണ്, നികുതി അടച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. എനിക്കിപ്പോൾ പ്രായമായി, എന്റെ നല്ല കാലത്ത് യൗവന കാലത്തൊക്കെ ഞാൻ ടാക്സ് അടച്ചിരുന്നു, കൃത്യമായി എന്നെ നികുതി അടച്ചിരുന്നു. ഇപ്പോൾ എനിക്കതിന് വയ്യ, സാമ്പത്തികമായ ശേഷിയില്ല, സ്വന്തമായി ജോലി ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇളവ് അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞില്ല, നിങ്ങളൊരു അമുസ്ലിമാണ്, നിങ്ങളൊരു മുസ്ലിം
മുസ്ലിം അല്ല എന്നൊരിക്കലും പറഞ്ഞില്ല. ആ മനുഷ്യനോട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾക്ക് ഇന്നു മുതൽ ടാക്സ് ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അവിടെ പൊതു ഖജനാവിൽ നിങ്ങൾക്ക് വേണ്ടി സമ്പത്തുണ്ട്, റേഷനുണ്ട്. നിങ്ങൾ ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ഇവിടെ വന്ന് സമയമാകുമ്പോൾ നിങ്ങൾ വാങ്ങിച്ച് തിരിച്ചു പോകണമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറയുകയാണ്. ഈ കാലഘട്ടത്തിൽ നാം വളരെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. മനുഷ്യന്മാർ തമ്മിൽ തല്ലുന്ന, കലഹിക്കുന്ന പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് എന്താണ് സൂചിപ്പിക്കുന്നത്? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. യാ അയ്യുഹന്നാസ്, ഖുർആനിന്റെ സംബോധന അങ്ങനെയാണ്. ഓ മനുഷ്യ സമൂഹമേ, ഓ മനുഷ്യ സമൂഹമേ. സൂറത്തുൽ ഹുജറാത്തിലാണ് അല്ലാഹു ഈ സംഭവം, ഈ ആയത്ത് പറയുന്നത്. ആ സൂറത്തുൽ ഹുജറാത്തിന്റെ മറ്റൊരു പേരാണ് സൂറത്തുൽ അഖ്ലാഖ്. സ്വഭാവ സംസ്കരണത്തിന്റെ സൂറത്താണ്. യാ അയ്യുഹൻ നബിയ്യു യാ അയ്യുഹല്ലദീന, ഇങ്ങനെയാണ് ആ സൂറത്തിൽ അല്ലാഹു അഭിസംബോധന ചെയ്യുന്നത്. പ്രത്യേകമായ ഒരു സ്ഥലത്ത് അല്ലാഹു അഭിസംബോധന ചെയ്യുകയാണ്. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നും നിങ്ങളെ നാം പടച്ചു. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വ്യത്യസ്ത വർണ്ണങ്ങളുമാക്കിയത് ലിതആറഫു, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്, കലഹിക്കാൻ വേണ്ടിയല്ല, കളാട്ട കൂടാൻ വേണ്ടിയല്ല, സംഘടനപ്പെടാൻ വേണ്ടിയല്ല. ഹബീബായ തങ്ങളൊരു ഹദീസ് ഉണ്ട്, ലൈസ മിന്നാ മൻ ദആ ഇലാ അസബിയ്യ, തീവ്രവാദത്തിലേക്ക് ആളുകളെ കൂട്ടുന്നവൻ, ഭീകരവാദത്തിലേക്ക് ആളുകളെ കൂട്ടുന്നവൻ, വെറും നിരപരാധികളായ ആളുകളെ തോക്കിന്റെ മുമ്പിൽ കൊല ചെയ്യുന്നവൻ, ലൈസ മിന്നാ, ലൈസ മിന്നാ, അവൻ ഇസ്ലാമിന്റെ ആളുകളിൽപ്പെട്ട ആളല്ല, ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊണ്ടവനല്ല, നമ്മിൽപ്പെട്ടവനല്ല. ലൈസ മിന്നാ മൻ ദആ ഇലാ അസബിയ്യ, വർഗീയത ഒരിക്കലും നമുക്ക് പാടില്ല, തീവ്രവാദം ഒരിക്കലും പാടില്ല, ഭീകരവാദം ഒരിക്കലും പാടില്ല. എന്താണ് ഇസ്ലാമിന്റെ നയം? ഒരിടത്ത് ഒരു ഭരണകൂടം, സുസ്ഥിരമായ ഒരു ഭരണകൂടം, ഇസ്ലാമിക ഭരണകൂടം എന്ന് പറഞ്ഞിട്ടില്ല, ജനാധിപത്യമായ രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു ഭരണകൂടം, വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടം, സുസ്ഥിരമായ ഒരു ഭരണകൂടം ഒരു നാട്ടിൽ ഉണ്ട് എങ്കിൽ, ആ ഗവൺമെന്റ് ആ നാട്ടിലുണ്ട് എങ്കിൽ, ആ ഗവൺമെന്റിനെ അംഗീകരിക്കൽ ഒരു മുസ്ലിമിന് നിർബന്ധമാണ്. ഫുഖഹാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇസ്ലാമിക ഗവൺമെന്റ് എന്ന് മാത്രമല്ല പറഞ്ഞത്, മതേതര ഗവൺമെന്റ് എന്ന് മാത്രമല്ല പറഞ്ഞത്, ഒരു ഭരണകൂടം, സുസ്ഥിരമായ ഒരു ഭരണകൂടം ഒരു നാട്ടിൽ നിലനിൽക്കുമ്പോൾ ആ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്നത് തെറ്റാണ്, അവിടെ വിപ്ലവം പുറപ്പെടുവിക്കുന്നത് തെറ്റാണ്. ആ ഭരണകൂടത്തെ അംഗീകരിക്കൽ ഒരു മുസൽമാന്റെ പ്രാഥമിക ബാധ്യതയാണ്. അങ്ങനെ ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുമ്പോ ഇസ്ലാമിന്റെ നാമധാരികളായ ചില ആളുകൾ തോക്കും വാളും എടുത്തിട്ട് നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കുമ്പോൾ ഒരിക്കലും ഇസ്ലാമിനതിൽ പങ്കില്ല, ഇസ്ലാമിനതിൽ ബന്ധമില്ല. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഹബീബായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനായ മൂന്നാമത്തെ ഖലീഫയായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നുൽ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അസ്ഥിരപ്പെടുത്താൻ വേണ്ടി അന്നാട്ടുകാരായ ആളുകൾ, പല പ്രമുഖരായ ആളുകളുടെ മക്കളും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊല ചെയ്തപ്പോൾ ആ ഘാതകരായ ആളുകളെ പിടികൂടണമെന്ന് അന്ന് പലരും അവിടെ നിന്ന് വിപ്ലവത്തിന് പുറപ്പെട്ടപ്പോ, മുദ്രാവാക്യമായി വന്നപ്പോ, വലിയ സമരവുമായി വന്നപ്പോ അന്നത്തെ ഏറ്റവും വലിയ ആലിമായിരുന്ന പണ്ഡിതനായിരുന്ന അലിയുൻ കറമല്ലാഹു വജ്ഹ മഹാനവരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരിക്കലും സംഘടനയിൽ ഏർപ്പെടരുത്, അവർക്ക് കൃത്യമായ ശിക്ഷ കൊടുക്കാം. അതിനാദ്യം വേണ്ടത് ഒരു ഗവൺമെന്റ് ഇവിടെ സ്ഥാപിക്കണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇവിടെ ഖലീഫ വഫാത്തായി പോയിട്ടുണ്ട്, പുതിയൊരു ഖലീഫയെ തിരഞ്ഞെടുക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള വലിയ വലിയ സഹാബികൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു കൊണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഖലീഫയായി തെരഞ്ഞെടുത്തു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇസ്ലാമിക സമൂഹം, മുസ്ലിമീങ്ങൾ, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും വളരെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അവരുടെ എല്ലാവരുടെയും ഇമാമായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ പോലും
അവിടുത്തെ ഏറ്റവും വലിയ മുതിർന്ന ആലിമായിരുന്ന സഹാബിയായിരുന്ന അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇവിടെ ഒരു ഭരണകൂടം വേണം, സുസ്ഥിരമായ ഒരു ഭരണകൂടം. ആ ഭരണകൂടത്തിന്റെ കീഴിൽ ഒരു കോടതി വേണം. ആ കോടതിയിൽ കേസ് വാദിക്കുകയും അവിടെ പ്രതികളെ പിടിക്കുകയും അവർക്ക് തക്കതായ ശിക്ഷ നൽകുകയും വേണം എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സുസ്ഥിരമായ ഒരു ഭരണകൂടമുണ്ട്, ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റിനെ അംഗീകരിക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളായ നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. ഈ അവസരത്തിൽ നാം ഒരിക്കലും അത്തരം ആളുകളെ ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നില്ല, മുസ്ലിമീങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. പെഹൽഗാമിൽ ആ സംഭവം ഉണ്ടായപ്പോ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി മഹാനരായ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവർ പറഞ്ഞു, അത് തെറ്റാണ്, ആ ചെയ്ത് നീതികേടാണ്. പാവങ്ങൾ ഒരിക്കലും കൊല്ലാൻ പാടില്ല, നിരപരാധികളെ ആക്രമിക്കാൻ പാടില്ല, നിരപരാധികളെ തോക്കിന്റെ മുമ്പിൽ നിന്ന് അവരെ വിരട്ടി ഓടിക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല. എല്ലാവരുടെ ജീവനും വിലയുണ്ട്, എല്ലാവരുടെയും ജീവനും വിലയുണ്ട്, സ്വത്തിനും വിലയുണ്ട് എന്ന് മഹാനായ ഉസ്താദ് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറഫയുടെ ദിവസം വരാൻ പോവുകയാണല്ലോ പരിശുദ്ധമായ ഹജ്ജ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കുറേ സമയം ഇവിടെ ഇരുന്നു. സയ്യിദ് അവറുകൾ കുറേ സമയം ഇവിടെ ഇരുന്ന് അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. പ്രായം ചെന്ന ഈ സമയത്തും പലയിടത്തേക്കും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പരിപാടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതുപോലുള്ള മജ്ലിസുകളിലേക്കും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഓടുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കുഞ്ഞ് തങ്ങൾ. അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ആ തണൽ അള്ളാഹു തആല ഒരുപാട് കാലം നമുക്ക് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് തങ്ങളെ പോകാൻ എല്ലാവരും സമ്മതിക്കും. ഇൻഷാ അല്ലാഹ് ബുദ്ധിമുട്ടിക്കണ്ട. എല്ലാവരും ഒന്ന് ഫ്രണ്ടിൽ വന്നിട്ട് ഇരുന്നാൽ ഉസ്താദ് വരുമ്പോൾ ഒരു സന്തോഷമാവല്ലോ. ഇൻഷാ അല്ലാഹ് പുറത്തുള്ള ആളുകളൊക്കെ ഒന്ന് സദസ്സിൽ വന്നിരിക്കും. ഇപ്പോൾ ഉസ്താദ് ദൂരെ നിന്ന് നമ്മുടെ ഈ നാട്ടിൻ്റെ പരിപാടിക്ക് വേണ്ടി വരികയാണ്. അപ്പോൾ നമ്മുടെ സദസ്സ് കാണുമ്പോൾ തന്നെ ഇൻഷാ അല്ലാഹ് സന്തോഷമാവണം. നല്ല വാല് പറയണം. നമ്മളെല്ലാവരും മുമ്പിൽ ഇരുന്ന് ഉഷാറായിട്ട് സദസ്സൊന്ന് ഭംഗിയാക്കിയാൽ അള്ളാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. അവന് പൊരുത്തപ്പെട്ട അമലുകളായി നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി എത്രയോ ദിവസമായി ഇവിടുത്തെ ജമാഅത്തിൻ്റെ ഭാരവാഹികളും ചെറുപ്പക്കാരും നാട്ടുകാരും ഇതിൻ്റെ ബാനർ കിട്ടാനും ബോർഡ് സ്ഥാപിക്കാനും നോട്ടീസ് എത്തിക്കാനും ഇവിടെ ഒരുക്കങ്ങൾ നടത്താനും ഒരുപാട് ദിവസമായി അതിനുവേണ്ടി കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു. അല്ലാഹു ഖബറിൽ വലിയ സമാധാനം നൽകുന്ന അമലുകളായി ഈ അമലുകളൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് അള്ളാഹു നല്ല ആഫിയത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകുമാറാകട്ടെ. അവിടെയൊക്കെ ഖബർ അള്ളാഹു തആല വിശാലമാക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ എല്ലാ ദോഷങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഈ നാട്ടിൽ നമുക്ക് നേതൃത്വം നൽകിയ ഒരുപാട് ആലിമീങ്ങളുണ്ട്. പള്ളംകൊട് ഉസ്താദ് അടക്കം മുസ്താദ് അടക്കം വലിയ വലിയ ആലിമീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫക്രുദ്ദീൻ തങ്ങളടക്കമുള്ള ഒരുപാട് സാദാത്യങ്ങൾ അള്ളാഹു ആ മഹാന്മാരുടെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ ആ മഹാന്മാരെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് വരുന്നത് വരെ കുറച്ച് സമയം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അല്പസമയത്തിനെത്തും, അകം എത്തും. ഏതായാലും നമ്മുടെ അനീഫ് സാരി ഉസ്താദിന്റെ ഉപ്പ ഉസ്താദ് ഇവിടുത്തെ എത്രയോ സ്ത്രീ പുരുഷന്മാരുടെ ഉസ്താദാണ്. അവർക്ക് ഖുർആൻ പഠിപ്പിച്ച, ദീനിയാത്തും അമലിയാത്തും എല്ലാം പഠിപ്പിച്ച
വലിയ പണ്ഡിതൻ. ഇപ്പോൾ ചെറിയ ക്ഷീണമുണ്ട്. അള്ളാഹു ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ ക്ഷീണമൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ഹബീബായ ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ അറഫ ദിനത്തിലെ പ്രഭാഷണത്തിൽ ലക്ഷക്കണക്കായ സ്വഹാബത്താണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അന്ന് കൂടെ ഉണ്ടായിരുന്നത്. ആ മഹാന്മാരായ സ്വഹാബത്തിനെ മുൻനിർത്തിയിട്ട് ഹബീബായ തങ്ങളുടെ ഒരു പ്രഖ്യാപനമുണ്ട്. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാലക്കും അലൈക്കും ഹറാം. നിങ്ങളുടെ സമ്പത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സഹോദരന്റെ സമ്പത്ത്, നിങ്ങളുടെ സഹോദരന്റെ രക്തം, നിങ്ങളുടെ സഹോദരന്റെ അഭിമാനം പരസ്പരം പിച്ചി ചീന്താൻ പാടില്ല. അന്യന്റെ സമ്പത്ത് അപഹരിക്കാൻ പാടില്ല. അയൽവാസിയോട് ഹബീബായ തങ്ങളുടെ ഈ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഖുതുബയിലുണ്ട്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു. ഒരാൾക്ക് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ട് എങ്കിൽ, അതായത് ഒരാൾ പരിശുദ്ധമായ ദീനനുസരിച്ച് വിശ്വസിക്കുന്ന മുഅ്മിനാണ് എങ്കിൽ ഫൽയുക്രിം ജാറഹു, അവൻ തന്റെ അയൽവാസിയെ ആദരിക്കട്ടെ, അയൽവാസിയെ ബഹുമാനിക്കട്ടെ. സയ്യിദുൽ വജൂദ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി ആ അയൽവാസികളോട്, അതുപോലെ തന്നെ തന്റെ നാട്ടുകാരോട്, തന്റെ കൂട്ടുകാരോട് എല്ലാവരോടും സ്നേഹത്തോടെ വർത്തിക്കണം. അവന്റെ ഒരു അരയിഞ്ച് സ്വത്ത് പോലും നിന്റെ പക്കലാക്കാൻ പാടില്ല. അലൈക്കും ഹറാം, അതിനൊക്കെ ഹറാമാണ്, നീ ചെയ്യാൻ പാടില്ല. പവിത്രമായി നീ സൂക്ഷിക്കേണ്ടതാണ് മറ്റുള്ളവന്റെ അഭിമാനത്തെ. ഹബീബായ തങ്ങൾ പറയുന്നു, മറ്റുള്ളവന്റെ അഭിമാനത്തെ പിച്ചി ചിന്താൻ പാടില്ല. ഒരിക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല, ട്രോളാൻ പാടില്ല. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ് അറഫ പ്രഭാഷണത്തിൽ വെച്ച്, അലൈക്കും ഹറാം, എല്ലാവർക്കും അഭിമാനമുണ്ട്. പണമുള്ളവനും പണമില്ലാത്തവനും, സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും, അധികാരമുള്ളവനും അധികാരമില്ലാത്തവനും, ആലിമിനും അതുപോലെ തന്നെ പാമരനും, എല്ലാവർക്കും അഭിമാനമുണ്ട്. ഒരിക്കലും നിന്റെ മേൽക്കോയ്മയുടെ പേരിൽ കീഴാള ജനങ്ങളെ ഒരിക്കലും നീ പരസ്പരം കളിയാക്കാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല, ട്രോളാൻ പാടില്ല, പരസ്പരം ആക്രമിക്കാൻ പാടില്ല. അലൈക്കും അറാലക്കും, അന്യന്റെ അഭിമാനം നിനക്ക് ഹറാമാണ്. ഹബീബായ തങ്ങൾ പഠിപ്പിച്ച മൂന്നാമത്തെ ഒരു കാര്യം, നിനക്ക് ഇന്ന ദിമാഅക്കും, പരസ്പരം രക്തം ചിന്താൻ പാടില്ല എന്നാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ രക്തം ചിന്താൻ പാടില്ല, ഒരു മുസ്ലിം അന്യമനസ്സന്റെ രക്തം ചിന്താൻ പാടില്ല. എല്ലാവരോടും സ്നേഹത്തോടെ, ഐക്യത്തോടെ, സന്തോഷത്തോടെ പെരുമാറണമെന്നാണ് സയ്യിദുൽ വജൂദ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫ പ്രഭാഷണത്തിൽ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ആ ഹബീബായ തങ്ങളുടെ പ്രഭാഷണം നടക്കുന്ന വേളയൊന്ന് ആലോചിച്ച് നോക്കണം. ഹബീബായ തങ്ങൾക്ക് 40-ാമത്തെ വയസ്സ് എവിടുന്ന് നുബുവത്ത് ലഭിച്ചു. അതായത് നബിയായി 13 വർഷക്കാലം പരിശുദ്ധമായ മക്കയിൽ അള്ളാഹുവിന്റെ ദീൻ ഹബീബായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രചരിപ്പിച്ചു 13 വർഷം. ആ 13 വർഷം കൊടിയ പീഡനത്തിന്റെ കാലമായിരുന്നു. ഹബീബായ തങ്ങൾക്ക് എത്രയോ അക്രമങ്ങൾ ഏൽക്കേണ്ടി വന്നു, എത്രയോ ദുരന്തങ്ങൾ ഏൽക്കേണ്ടി വന്നു, എത്രയോ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നു. ആ പ്രയാസങ്ങളെല്ലാം സഹിച്ച് ഹബീബായ തങ്ങൾ അവിടുന്ന് പരിശുദ്ധമായ ദീൻ വളർത്തിയിട്ട് അവസാനം മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. 10 വർഷം അവിടെ താമസിക്കുന്നതിനിടയിലും ഇവിടെ അക്രമം ഏൽക്കേണ്ടി വന്നു. ഹബീബായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ കൊടിയ പീഡനങ്ങൾ ഹബീബായ തങ്ങൾക്ക് ഏൽക്കേണ്ടി വന്ന ആ ഘട്ടത്തിലും അതൊക്കെ കഴിഞ്ഞിട്ട് മക്കം വിജയിച്ചു. ഹിജ്റ 8-ാം വർഷം ഹബീബായ തങ്ങൾക്ക് മക്കം വിജയിച്ചതിന് ശേഷം അവിടുന്ന് ലക്ഷക്കണക്കായ സഹാബത്തിനെയും കൂട്ടിയിട്ട് ഹബീബായ തങ്ങൾ അവിടുന്ന് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്. ആ ഹജ്ജിന് പുറപ്പെട്ട് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അറഫയിൽ വെച്ചാണ് ഹബീബായ തങ്ങൾ ഈ പ്രഖ്യാപനം നടത്തുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചുരുക്കുകയാണ്. ഹബീബായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബത്തും ശേഷം വന്ന ഇമാമുമാരും പണ്ഡിതന്മാരും സ്വാലിഹീങ്ങളും എല്ലാ ആളുകളും അള്ളാഹുവിന്റെ ദീനിന്റെ ആളുകൾ ഇവിടെ സമാധാനം കാംക്ഷിക്കാൻ വേണ്ടിയാണ്, സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ദേവർഷോൽ ഉസ്താദ് അൽഹംദുലില്ലാ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ 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 വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാ നമ്മുടെ വളരെ ധന്യമായ ഒരു വേദിയിലാണ് നാം ഇരിക്കുന്നുള്ളത്. നമ്മുടെ ആത്മീയമായ നേതൃത്വം ഈ മഹത്തായ ജമാഅത്ത് കമ്മിറ്റിയുടെ ആദരണീയരായ അധ്യക്ഷനും SYSന്റെ ജില്ലാ അധ്യക്ഷനും നിരവധി മഹല്ലുകളുടെ സ്ഥാപനങ്ങളുടെ സംവിധാനങ്ങളുടെ സാരഥ്യം വഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ മുത്തുക്കോയ തങ്ങൾ അല്ലാഹുൽ കണ്ണവും അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. സയ്യിദ് അവർകൾ നമ്മളെ ഈ മഹത്തായ വേദിയെ ധന്യമാക്കുന്നുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ല വഅലിന് വേണ്ടിയാണ് നാം എല്ലാവരും കാത്തിരിക്കുന്നത്. ദേവർഷോൽ ഉസ്താദിന്റെ വഅല് വേണം എന്ന് വിചാരിച്ച് വലിയ ആഗ്രഹത്തോടെയാണ് നമ്മളെല്ലാവരും ഉസ്താദിനെ ഈ മഹത്തായ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. വളരെ ദൂരെ ദിക്കുന്നു, വളരെ ദീർഘനേരം യാത്ര ചെയ്താണ് ഉസ്താദ് അവിടേക്ക് എത്തിയിട്ടുള്ളത്. ഉസ്താദിന് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ, നല്ല സൗഖ്യം അല്ലാഹു നൽകുമാറാകട്ടെ, ഉസ്താദിന്റെ കുടുംബത്തിനും അല്ലാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി, സംഘാടക സമിതിക്ക് വേണ്ടി എല്ലാവിധ സ്വാഗതവും ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവർഷോൽ ഉസ്താദിനെ വളരെ ആദരവോടെ വഅല് പറഞ്ഞു തരാൻ വേണ്ടി ക്ഷണിക്കുകയാണ്.